ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, എല്ലാ പരീക്ഷയിലും ആവർത്തിച്ച് ചോദിച്ചു കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈ ഒരു ചിത്രത്തിലെ ഈ രണ്ട് ട്രയാങ്കിൾസ് ഞാൻ പേര് കൊടുക്കുകയാണ്, എ ബി സി ഡി. ഓക്കെ, എ ഡി സി അതുപോലെ ബി ഡി സി ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണ്, അഥവാ എല്ലാ കോണുകളും തുല്യമാണ് എന്ന് തെളിയിക്കാൻ ചോദിക്കും. ഓക്കെ, സിമിലർ ആണെന്ന് തെളിയിക്കാൻ പറഞ്ഞാലും കോണുകൾ തുല്യമാണെന്ന് തെളിയിക്കാൻ പറഞ്ഞാലും ചെയ്യേണ്ടത് ഒരേ രീതിയിലാണ്. കോണുകൾ തുല്യമാണെങ്കിൽ സിമിലർ ആണെന്ന് നിങ്ങൾക്ക് അറിയാം, ശരിയല്ലേ? അപ്പോൾ സിമ്പിൾ ആണ്. ആദ്യം എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ നിങ്ങൾ നോക്കാം. എ ബി സി, അതിൽ ആംഗിൾ സി എത്രയാ? ആംഗിൾ സി 90 ആണ്. മക്കളെ, ഒരു ആംഗിൾ 90, ഞാൻ ഈ ആംഗിൾ എ എക്സ് ആണെന്ന് എടുക്കുന്നു. ആംഗിൾ എ എത്രയാടാ? എക്സ്. ആംഗിൾ എ എക്സ് ആണെങ്കിൽ ആംഗിൾ ബി എത്രയാ? എല്ലാവർക്കും അറിയാം, 90 - എക്സ്. ഇത് അറിയാമെങ്കിൽ ബാക്കി സിമ്പിളാ. ഒരാംഗിൾ എക്സ്, ഒരാംഗിൾ 90, മറ്റേത് എത്രയാ? 90 - എക്സ്. ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇത് 90 ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇതും 90 ആണ്. 90 ആണെന്ന് ചോദിച്ചു തന്നാണേ. ഓക്കെ, ഈ രണ്ട് ആംഗിൾസും 90 ആണ്. അപ്പോ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ ആംഗിൾ എത്രയാ? ഈ ആംഗിള് ഒന്ന് എക്സ്, ഒന്ന് 90. അപ്പൊ മൂന്നാമത്തെ ആംഗിള് 90 - എക്സ്. സംശയമില്ലല്ലോ? ഇല്ല. ഇത് 90 - എക്സ്, ഇത് 90. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇതിലൊരാൾക്ക് സംശയമില്ല, ഇത് എക്സ്. നോക്ക്, ഇപ്പൊ ഈ രണ്ട് ട്രയാങ്കിളിലെയും ആംഗിളുകൾ സെയിം അല്ലേ? ഇങ്ങനെ എടുക്കേണ്ടത്. ഇത് എഴുതുന്നതിലായിരിക്കും നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒരു പ്രശ്നം വരിക. ഫസ്റ്റ്, ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ സി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അത് തന്നിട്ടുണ്ട്, സോ ഗിവൺ എന്ന് എഴുതി വെക്കാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ലെറ്റ് ആംഗിൾ എ എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആണെന്ന് എടുക്കുന്നു. ആംഗിൾ എ എക്സ് ആണെങ്കിൽ ദെൻ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 90 - എക്സ്. കാരണം എന്താ? സം ഓഫ് ആംഗിൾസ് എത്രയാണ്? സം ഓഫ് ആംഗിൾസ്, ഒരു ട്രയാങ്കിളിലെ സം ഓഫ് ആംഗിൾസ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. അത് നമുക്കറിയാം. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ള കാര്യമാണ് ആംഗിൾ സി ഡി ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇൻ ട്രയാങ്കിൾ സി ഡി ബി ആംഗിൾ സി ഡി ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഗിവൺ ആണ്, ഗിവൺ. അതുപോലെ നമുക്ക് എന്തറിയാം? വി ഹാവ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 90 - എക്സ്. ആംഗിൾ ബി 90 - എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഡി സി ബി നോക്കടാ. ആംഗിൾ ഡി സി ബി എന്ന് പറയുന്നത് എത്രയാ? എക്സ് ആണ്. റീസൺ എന്താ? ആംഗിൾ സം അല്ലേ? ആംഗിൾസിന്റെ സം എത്രയാണ്? 180 ഡിഗ്രി ആണ്. അതാണ് ആംഗിൾ സം പ്രോപ്പർട്ടി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇതിലെ ആംഗിളും എക്സ് 90 - എക്സ്. നൗ ഇൻ ട്രയാങ്കിൾ എ ഡി സി ആംഗിൾ എ ഡി സി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. എങ്ങനെ? റീസൺ മറ്റേത് ലീനിയർ പെയർ ആണ് അല്ലേ? ലീനിയർ പെയർ ആണ്. സി ഡി ബി 90 ഡിഗ്രി ആണ് നമുക്കറിയാമല്ലോ. അപ്പൊ എ ഡി സി എന്ന് പറയുന്നതും 90 ഡിഗ്രി ആണ്. അതേപോലെ ആംഗിൾ എ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി ആണ്. വി ഹാവ് ആംഗിൾ എ എക്സ് ആണ്. Therefore ആംഗിൾ എ സി ഡി എന്ന് പറയുന്നത് എത്രയാണ്? 90 - എക്സ്. റീസൺ എന്താ? റീസൺ ഇത് തന്നെ, ആംഗിൾ സം പ്രോപ്പർട്ടി. ഓക്കെ അല്ലേ? റീസൺ ആംഗിൾ സം പ്രോപ്പർട്ടി. ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് അതും 90 - എക്സ് ആണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിലെയും ആംഗിൾസ് നിങ്ങൾ നോക്ക്. ഇപ്പം നമുക്ക് കിട്ടി, ഈ രണ്ട് ട്രയാങ്കിളിലെയും ആംഗിൾസ് സെയിം ആണ്. അതുകൊണ്ട് ഏതൊക്കെ ട്രയാങ്കിളാ സിമിലർ നമ്മൾ എഴുതുക, അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ ബാക്കി സിമ്പിളാ. നോക്കിക്കേ, അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ് നിങ്ങളോട് എച്ച് എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ ആംഗിളുകളാ നോക്കിക്കോ. ഇവിടെ എ ഡി സി. ഓക്കെ, ട്രയാങ്കിൾ എ ഡി സി. എയിലാണ് ഇവിടെ എക്സ് വരുന്നത്, ഇവിടെ എവിടെയാ? സിയിലാണ് എക്സ് വരുന്നത്. സോ ട്രയാങ്കിൾ സി. ഡിയിലാണ് 90, സി ഡി ബി. ഇങ്ങനെ എഴുതാവോ? ഓക്കെ, അല്ലാണ്ട് ബി ഡി സി എന്ന് കൊണ്ടുപോയിട്ട് എഴുതരുത്. ആ ആംഗിളിന്റെ ഓർഡറിൽ വേണം പേര് എഴുതാൻ. ഇനി റേഷ്യോ ചെയ്ത് നോക്കിയോ, സിമ്പിളാ. എ ഡി സി ഡി, എ ഡി ബൈ സി ഡി ഈസ് ഈക്വൽ ടു ഡി സി എന്ന് പറയുന്നത് തന്നെയാണ് സി ഡി ബൈ ബി ഡി. ഓക്കെ, സി ഡി ബൈ ബി ഡി അഥവാ ഡി ബി, രണ്ടും സെയിം ആണ്. ഓക്കെ ആണല്ലോ? എ ഡിന്റെ നീളം എത്രയാ? എ ഡി 2. ഓക്കെ, സി ഡി എന്ന് പറയുന്നത് ഉയരമാണ് h, ദാറ്റ് ഈസ് ഈക്വൽ ടു h ബൈ ബി ഡി. 3 ആണെന്ന് തന്നിട്ടുണ്ട്. 2/h ഈസ് ഈക്വൽ ടു h/3 എന്ന് നമുക്ക് കിട്ടി അല്ലെ? 2/h ഈസ് ഈക്വൽ ടു
h/3 എന്ന് നമുക്ക് കിട്ടി. ഇതിനെ രണ്ടിനെ ഒന്ന് തലതിരിച്ചെഴുത്. ഇതിനെ രണ്ടിനെയും ഒന്ന് തലതിരിച്ചെഴുതിയാൽ നിങ്ങൾക്ക് കിട്ടും implies h/2 is equal to 3/h. h/2 is equal to 3/h. വളരെ സിമ്പിൾ ആയിട്ട് നമ്മളത് പ്രൂവ് ചെയ്തിരിക്കുന്നു. ഇന്ന് 7:30 നമ്മളുടെ മെഗാ മാരത്തോൺ. കൂടുതൽ ക്വസ്റ്റ്യൻസും ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാക്കി പഠിക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും ഇന്നത്തെ മാരത്തോൺ ലൈവ് അറ്റൻഡ് ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ഞാനും ഫുഫു സാറും ചേർന്ന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ നേടിത്തരുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ തന്നെ വരിക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ബൈ.